കൊല്ലം പത്തരാപുരത്ത് പ്ലാസ്റ്റിക് മാലിന്യത്തിൽ കണ്ട സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി ഹരിതകർമ്മ സേനാംഗങ്ങൾ. 2 പവന്റെ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളായ വിജയമ്മയും സരസ്വതിയും മാതൃകയായത്. 4 മാസം മുമ്പാണ് മഞ്ചള്ളൂർ സ്വദേശി ആദർശ് ഗായത്രി ദമ്പതികളുടെ മകൾ ആദ്യ ആദർശിന്റെ 2 പവന്റെ മാല നഷ്ടപ്പെട്ടത്. ആരോടും പരാതി പറയാതിരുന്ന കുടുംബം മാല വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കുന്ന ചാക്കിലകപ്പെട്ടത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ വീട്ടിലെത്തി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനിടെ മാല ഹരിതകർമ്മ സേനാംഗത്തിന്റെ കയ്യിൽ കുരുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ മാല കയ്യിലെടുത്ത വിജയമ്മയും സരസ്വതിയും മാല സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. 4 മാസത്തോളമായി ഇത് കാണാതെ പോയിട്ട്. അങ്ങനെ അതിപ്പതേ കിട്ടിയിരിക്കുകയാണ്. ഇത് അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ചു. എൻ്റെ വീട് തിരുവല്ലയാണ്. അപ്പം അവിടെ ഇവിടെയായിട്ടാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഇനി അവിടാണോ ഇവിടാണോ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരുപാട് തപ്പി. പിന്നെ അത് കാണാതായപ്പോൾ കളഞ്ഞു പോയെന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് കിട്ടിയത് മറ്റേ ഹരിതകർമ്മയുടെ ചേച്ചിമാർ ഇവിടെ വന്ന സമയത്ത് പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ സാധാ കളയാൻ എടുത്ത് വെക്കുന്ന പോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അവരിവിടെ വന്നപ്പം എല്ലാം ഇങ്ങനെ അവർ സെപ്പറേറ്റ് ആക്കി ഇത് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കണ്ടപ്പോൾ നമ്മളെ പെട്ടെന്ന് വിളിച്ചത് ഇത് സ്വർണ്ണമാണോ എന്ന് അവർക്കും അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവരിത് എടുത്ത് തന്നു. ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എടുത്ത് തന്ന് എന്നെ വിളിച്ചത് കാണിച്ചപ്പോൾ ഞാനും പെട്ടെന്ന് ഷോക്കായിപ്പോയി. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇതായിരുന്നെന്ന്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മാല തിരികെ കിട്ടിയ സന്തോഷത്തിനൊപ്പം സേനാംഗങ്ങളുടെ സത്യസന്ധതയെയും അഭിനന്ദിക്കുകയാണ് വീട്ടുകാർ. ചേച്ചിമാരെ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്നല്ലേ ചേച്ചിമാർ അപ്പോൾ ഇത്രയും കാര്യമായിട്ട് ഇത് നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാമായിരുന്നു. കണ്ടപ്പോൾ തന്നെ അവർ നമ്മളെ വിളിച്ചു. നമ്മുടെ അയൽവാസിയാണ്. നമുക്ക് ആ സ്നേഹത്തോടെ തന്നെ അവർ കിട്ടിയപ്പോൾ ഉടനെ നമ്മളെ വിളിച്ചത് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നു. അവരോട് ഒരിക്കലും തീർത്താൻ തീരാത്ത കടപ്പാടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.